പറയാൻ പോണത് 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ GK പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സമാധാനം, ഭൂമി, അപ്പം, ജനാധിപത്യം, എനിക്ക് ശേഷം പ്രളയം. ഇതിൽ A ആണ് ശരിയായിട്ടുള്ളത്. അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ളതും എനിക്ക് ശേഷം പ്രളയം എന്നുള്ളതും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ സി, മഹാരാജ കേരളവർമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഡിലീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ, ചമ്പാരൻ സത്യാഗ്രഹം, സിവിലിയൻ നിയമലംഘന പ്രസ്ഥാനം, ചാന്നാർ ലഹള. ആൻസർ ബി ആണ്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ, ചമ്പാരൻ സത്യാഗ്രഹം, സിവിലിയൻ നിയമലംഘന പ്രസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായവ ഏത്? ആൻസർ എ, മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ഉപഗ്രഹം? ആൻസർ എ, ഇൻസാറ്റ് 3DS. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ആൻസർ ബി, സ്റ്റീരിയോസ്കോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ആൻസർ എ, കോണ്ടൂർ രേഖ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോഡ ബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം. ആൻസർ ഡി, നീലഗിരി കുന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ആൻസർ സി, കൊൽക്കത്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ്. ആൻസർ എ, ചിന്നാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം. ആൻസർ ഡി, മനു ബക്കാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അൻഷ്യവിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്കു നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. ആൻസർ എ ആണ്. അതായത് മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം എന്നുള്ളത് ഇതിൽ ബന്ധമില്ലാത്തതാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? 2015 ജനുവരി 1 നിലവിൽ വന്ന സംവിധാനമാണിത്. ഭാരത സർക്കാരിന്റെ ഒരു വിദഗ്ധോപദേശ സമിതിയാണ്. പ്രധാനമന്ത്രിയാണ് ഇതിന്റെ വൈസ് ചെയർമാൻ. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഇതിന്റെ ചുമതല. ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ആൻസർ ബി, ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തതേത്? ആൻസർ ഡി, വാണിജ്യ ബാങ്കുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം?
ഇതിന്റെ വക്താവ് MS സ്വാമിനാഥനാണ്. ആദ്യ കാലഘട്ടത്തിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ് ഇത്. ഹരിത വിപ്ലവം വ്യവസായം വികസനം സാധ്യമാക്കി. ആൻസർ C ആണ്. 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? ആൻസർ A, 1-ാം സ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? ആൻസർ C, അരവിന്ദ് പനഗാരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ D, ആർട്ടിക്കിൾ 312. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? ആൻസർ A, 7-ാമത്തെ പട്ടികയിൽ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? യൂണിയൻ പബ്ലിക് സർവീസിന്റെ അംഗസംഖ്യ പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. 62 വയസ്സ് വിരമിക്ക പ്രായം. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരം പ്രധാനമന്ത്രിക്ക് ഉണ്ടെന്ന് ഭരണഘടന പറയുന്നു. ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ആൻസർ C ആണ്. അതായത് യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗി ആയിരുന്നു. ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമില്ല. ഇതില് ശരിയായ വസ്തുതകൾ. ആൻസർ B ആണ്. അതായത് 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് എന്നും ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്. 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗി ആയിരുന്നു എന്നുള്ളത്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? 1993 രൂപീകൃതമായി. 102-ാം ഭരണഘടന ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം തേടി കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് പ്രധാനമന്ത്രിക്കാണ്. കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. ആൻസർ D ആണ്. അതായത് 1, 2, 4 ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ ആറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ആൻസർ A, ശ്രീ നരേന്ദ്രമോദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ C, ശ്രീ കിഷോർ മക്വാന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിൽ എത്തിയ ആദ്യ വനിത? ആൻസർ B, പത്മ രാമചന്ദ്രൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 309-ാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ D ആണ്. കേരള ഗവൺമെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്തിനെ? ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ആൻസർ C ആണ്. തണ്ണീർത്തടങ്ങൾ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവാഹബന്ധം ഏർപ്പെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്നവയിൽ ഏതാകുന്നു? ആൻസർ സി ആണ്, ഷാബാനു കേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നു. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണയിക്കുന്നു. വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ആൻസർ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ എ, കാതോർത്ത് പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവരിൽ ആരാണ്? ആൻസർ സി, പി സതീദേവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? സെറിബെല്ലം ശരീരത്തിന്റെ തുലനനില പാലിക്കുന്നു. സെറിബ്രം ചിന്ത, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം. എഡുല ഓബ്ലോങ്കേറ്റ ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ഹൈപ്പോതലാമസ് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇതില് ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതായത് 3, 4 ആണ് ശരിയല്ലാത്തത്. അതായത് ഇതിൽ എന്താണ്, ബി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? എക്ക് എന്താണ് വരിക? ശരിയായ ജോഡികൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. എ നിശാന്തതയാണോ? അതെ അല്ലെ, എ നിശാന്തതയാണ്. പിന്നെന്താണ്? ഡി റിക്കറ്റ്സും ആണ്. B1ഉം B9ഉം തെറ്റാണ്. B1ലാണ് ബെർബറി വരിക. പിന്നെന്താണ്? B9ല് അനീമിയ വരിക. അപ്പൊ ഈ 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. അതായത് സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് കാരണമായ രോഗാണു ഏത്? ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, ഫംഗസ്. ആൻസർ ബി ആണ്, അതായത് വൈറസിന്റെ ആണ് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ്. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫസിമ, ഉയർന്ന രക്തസമ്മർദ്ദം. ആൻസർ ഡി ആണ്, ഉയർന്ന രക്തസമ്മർദ്ദം എന്നുള്ളത് ഈ പുകവലി മൂലം ഉണ്ടാകുന്ന രോഗമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന ബാക്ടീരിയ രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം, എയ്ഡ്സ്, വട്ടച്ചൊറി മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ. ആൻസർ എ ആണ്, 1 മാത്രമാണ്. അതായത് എലിപ്പനി, ഡിഫ്തീരിയ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻ ആയ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ശ്രുതി മധുരം, നയനാമൃതം പദ്ധതി, കരുതൽ ചൈൽഡ് കെയർ, അമൃതം ആരോഗ്യം. ആൻസർ ബി ആണ്, അതായത് നയനാമൃതം പദ്ധതി. ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രസിപ്പിറ്റേഷൻ ഇൻഡെക്സ്?
വെള്ളപ്പൊക്കം, വരൾച്ച, വായുവിന്റെ ഗുണനിലവാരം, വികിരണങ്ങൾ. ആൻസർ ഡി ആണ്, അതായത് വരൾച്ചയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? IIT മദ്രാസ്, IIT ബോംബെ, IIT ഹൈദരാബാദ്, IIT ഡൽഹി. ആൻസർ എ ആണ്, IIT ബോംബെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. 900 ഗ്രാം പിണ്ഡം, അതായത് മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് പിക്ക് 450 സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട്. 150 ഗ്രാം പിണ്ഡം വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് ക്യൂവിന് 300 സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട്. ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഈ രണ്ട് പാക്കറ്റുകളും ജലത്തിൽ ഇട്ടാൽ എന്താണ് സംഭവിക്കുക? ആൻസർ സി ആണ്, പി മുങ്ങും, ക്യൂ പൊങ്ങിക്കെടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ശബ്ദത്തിന്റെ ഘോഷം അല്ലെങ്കിൽ ലൗഡ്നെസ് മനുഷ്യന്റെ കാതുകളുടെ സംവേദന ക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. ശബ്ദത്തിന്റെ തീവ്രത അല്ലെങ്കിൽ ഇന്റൻസിറ്റി മനുഷ്യന്റെ കാതുകളുടെ സംവേദന ക്ഷമതയെ ആശ്രയിക്കുന്നില്ല. ശബ്ദത്തിന്റെ ഘോഷം അതായത് ലൗഡ്നെസ് ഒരു ഭൗതിക അളവായി അളക്കാൻ സാധിക്കുന്നതാണ്. ശബ്ദത്തിന്റെ തീവ്രത അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഒരു ഭൗതിക അളവായി അളക്കാൻ കഴിയില്ല. മുകളിലെ പ്രസ്താവനകൾ പരിശോധിക്കുമ്പോൾ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത്? ആൻസർ എ ആണ്, 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദ തരംഗം താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ബി ആണ്, ഇൻഫ്രാസൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ എ ആണ്, ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ്. 2023 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ. ആൻസർ സി ആണ്, പിയറി അഗോസ്റ്റിനി, ഫെറൻക് ക്രോസ്, ആൻ എൽ ഹുലിയർ. നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻ അവര് ഡെലീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രക്തത്തിന്റെ pH അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ്. അതിന്റെ pH തിരിച്ചറിയുക. ആൻസർ സി ആണ്, 7.4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു? ഐസ് ഉരുകുന്നത്, മെഴുകുരുകുന്നത്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, മുട്ട തിളക്കുന്നത്. ആൻസർ ഡി ആണ്, ഇരുമ്പ് തുരുമ്പിക്കുന്നതും പിന്നെ മുട്ട തിളക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു? ആൻസർ എ ആണ്, ഹൈഡ്രജൻ പെറോക്സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവര് ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? ആൻസർ സി, അഭിനവ് ബിന്ദ്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? ആൻസർ ഡി, PC ഗോപാലൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നതില്ല പരനുള്ള കാട്ടുവാനൊന്നുമേ ഉപായമീശ്വരൻ ഇന്നു ഭാഷയിത പൂർണമിങ്ങഹോ വന്നുപോം പിഴയുമർത്ഥ ശങ്കയാൽ. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരി ഉത്തരം തെരഞ്ഞെടുക്കുക. ആൻസർ സി ആണ്, കുമാരനാശാൻ. നളിനിയിലുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം?
ആൻസർ എ 1998. ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആനപ്പാപ്പൻ ആര്? ആൻസർ ഡി പാർവതി ബറുവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി? ആൻസർ ബി ആണ് കെ രാധാകൃഷ്ണൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിവര സാങ്കേതിക നിയമത്തിലെ വകുപ്പ് 66A ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം? ആൻസർ ബി ആശയവിനിമയ സേവനങ്ങളിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള ക്ലൗഡ് സർവീസ്? ആൻസർ ഡി NIC. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ IoT എന്നത്? ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത്? ഒറാക്കിൾ, MS Access, MS Excel, MySQL. ഇതില് ഒറ്റപ്പെട്ടത് ഒറാക്കിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? ആൻസർ ഡി WAN. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ ഏതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം? ആൻസർ ബി ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിനു പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ? സംരക്ഷണ ഉത്തരവ്, താമസ സൗകര്യത്തിനുള്ള ഉത്തരവ്, നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്. ആൻസർ സി ആണ് ഇവയെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്? ആൻസർ സി പ്രസിഡന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് ഏത്? ഇ-കൊമേഴ്സ്, ഓൺലൈൻ പരാതി നൽകൽ, പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകൽ, മധ്യസ്ഥതയിലൂടെ തർക്ക പരിഹാരം. ആൻസർ ഡി ആണ് ഇവയെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ സി ആണ് പോലീസ് മൊഴി എടുക്കുമ്പോൾ യൂണിഫോമിൽ ആയിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഡിലീറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ? ആൻസർ ബി ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുര. നെക്സ്റ്റ് മാത്സ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്തിട്ട് അതിന്റെ ആൻസർ മാത്രം നോക്കുക. ഇനി ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. 71B ആണ് ആൻസർ. നെക്സ്റ്റ് 72A ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 73D ആണ് ആൻസർ. 74D ആണ് ആൻസർ. 75A ആണ് ആൻസർ. 76ാമത്തെ A ആണ് ആൻസർ. 77C ആണ്. ഇതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കണേ. ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ല വെച്ചെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ഇട്ടാൽ മതി. അപ്പോൾ അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞു തരുന്നതാണ്. 78 ആണ് B. 78B. 79C. 80B.
അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ